ഹായ് ഗൈസ്. ഹായ്. ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാരും വെറൈറ്റി പറയായിരുന്നല്ലേ, നമ്മുടെ പറമ്പ് വായിയാണ് മാറ്റി പിടിച്ച് വെറൈറ്റി ആണല്ലോ നമുക്ക് ഇമ്പോർട്ടന്റ്. പിന്നെ ഒരു വെറൈറ്റി ഡിഷ്, ഇന്നൊരു വെറൈറ്റി ഡിഷാണ്. വിഘ്നേഷ് കുറെ പറയണ്ടായിരുന്നു, സർപ്രൈസ്. വിഘ്നേഷ് കുറെ നാളായിട്ട് പോളണ്ടിൽ നിന്നപ്പോൾ അവന്റെ ആഗ്രഹമായിരുന്നു മൈസൂർ മസാല ദോശ കഴിക്കണമെന്ന്. അപ്പൊ നമ്മൾ വിചാരിച്ച എന്താ വരുമ്പോഴത്തേക്കും അവനൊരു മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ അവൻ പറഞ്ഞു നമ്മള് സ്റ്റോപ്പ് ചെയ്തു. ഈ മാർച്ച് മാസം മുഴുവൻ അവനെ പിഴണമെന്നാണ് നമ്മുടെ ഒരു നിലപാട്. അപ്പൊ അവൻ നമ്മൾ വിചാരിച്ച് നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കണം. പക്ഷെ അവൻ പറഞ്ഞു വേണ്ട, അവൻ തന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇവന്മാർക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ, നിങ്ങൾ ഉണ്ടാക്കി തന്നാൽ മതി, ഞാൻ കൂടെ നിൽക്കാം. നമുക്കൊരു മസാല ദോശ ഉണ്ടാക്കിയ പാരമ്പര്യം. അത് ഇവനായിരുന്നു ഉണ്ടാക്കി കൊടുത്തത്. ഉല്ലാസിനാണ് ഉണ്ടാക്കി കൊടുത്തത്. നമ്മുടെ ടീമിൽ ആഗ്രഹം പറഞ്ഞ അപ്പം ഉണ്ടാക്കി കൊടുക്കും. ഉല്ലാസേ എന്താണ് നമ്മൾ പറയാൻ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? വീഡിയോയിലോട്ട് പോകാം, കുക്കിങ്ങിലോട്ട്. ഗൈസ്, ഈ മൈസൂർ മസാല ദോശ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ മസാല ദോശ പോലെയല്ല, അതിന് കുറച്ച് എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ടെന്നാണ് നമ്മുടെ വിഘ്നേഷ് പറയുന്നത്. വിഘ്നേഷ് എക്സ്പ്ലെയിൻ പ്ലീസ്. അത് സാധാ ദോശ പോലെയല്ല. കാരണം ആ ദോശയുടെ മാവ് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അതിന്റെ മുകളിലൊരു ചുവന്ന കളർ ചട്നി ഇങ്ങനെ തേക്കും. ആ തേച്ചിട്ട് അതിന്റെ മുകളിലാണ് ഈ മസാല വയ്ക്കുന്നത്. എന്നിട്ട് നല്ല ചൂട് പാത്രത്തോടെ നെയ്യ് ഇങ്ങനെ ഒഴിക്കും. ദോശയിൽ ഒഴിക്കും. എന്നിട്ട് അതിങ്ങനെ ഇട്ടേക്കും കുറച്ചു നേരം. കുറച്ച് കിടക്കുമ്പോൾ ഇങ്ങനെ നല്ല മൊരിഞ്ഞ് നല്ല ബ്രൗണും റെഡും കളറായിട്ട് വരും. അപ്പൊ ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ മറിച്ച് അതിനെ മുകളിലോട്ട് വയ്ക്കും. തവ കൊണ്ട് ഇങ്ങനെ കോരി എടുത്തെറിയാം. മൈസൂർ മസാല ഇത്രേ ഉള്ളൂ. അകത്തുള്ള മുളകിന്റെ ഒരു ചട്നിയുണ്ട്. ചട്നിയുടെയാണ് പ്രത്യേകത. ചട്നിയുടെയും ആ ഒരു ദോശയുടെ ആ മുരിമുരിപ്പുണ്ടല്ലോ, അതിലാണ് നമ്മൾ എന്തായാലും ഉണ്ടാക്കൂടാ. കൈനയിലും നല്ല പ്രൂവൺ ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് പേടിക്കാനില്ല. നോക്കാം നമുക്ക്. പിന്നെ ഇതിന്റെ കൂടെ കഴിക്കുന്ന ചട്നികളാണ് നമുക്ക് ഇതിൽ കൂടുതൽ ഈ കാണിക്കുന്ന ഫുള്ളും ചട്നിയുടെ സാധനങ്ങളാണ്. മെജോറിറ്റി സാധനങ്ങളും ചട്നിയുടെ സാധനങ്ങളാണ്. മറ്റത് മസാല മാത്രമല്ലേ വരുന്നുള്ളൂ. പിന്നെ ഈ ദോശയുടെ മുകളിൽ വെക്കുന്ന സ്പെഷ്യൽ ആ ഒരു മുളകിന്റെ ഒരു റെസിപ്പി ഉണ്ട്, അത് മാത്രമാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഗൈസ്, കുക്കിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പേ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. കുറെ നാളായി കുറച്ച് ട്വിസ്റ്റ് ഒക്കെ വന്നിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ ട്വിസ്റ്റ് കൊണ്ടുവരണം. അതായത് നമ്മുടെ വിഘ്നേഷ് ചേട്ടന്റെ പിറന്നാളാണ്. അതെ. അപ്പോൾ ബർത്ത്ഡേ മാർച്ച് 30-ാം തീയതിയാണ്. പക്ഷെ മാർച്ച് 30-ാം തീയതി നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ച് സർപ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സ്പെക്ട് ചെയ്യും. അവൻ കാര്യം മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്, നമുക്ക് എന്റെ ബർത്ത്ഡേ നമുക്ക് സർപ്രൈസ്. ഇങ്ങനെയാണ് അവൻ പറഞ്ഞത്, എനിക്കൊരു സർപ്രൈസ് തന്ന് എന്നെ ഞെട്ടിച്ചിട്ട് ഒരു വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അത് വേണ്ട. പിന്നെ വിഘ്നേഷിന്റെ വൈഫ് ലേയും വരുന്നുണ്ട്. ലേയാണ് അതിന്റെ ഒരു നമുക്ക് ഐഡിയ പറഞ്ഞു തന്നെ. ഈ പിറന്നാളിന് സർപ്രൈസ് ഇന്നാണ് പിറന്നാള്, അപ്പം അത് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നൊരു സജഷൻ വെച്ചത് പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരിയും വരും. അപ്പോൾ നമ്മുടെ ഒരു കേക്ക് മുറിയും ചെറിയൊരു പരിപാടിയാണ്. നമ്മുടെ മൈസൂർ മസാല ദോശയുടെ കൂടെ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു കേക്കും കൂടെ മുറിക്കും. എന്തായാലും അവന്റെ സർപ്രൈസ് ഉണ്ടോ ആവോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ബാക്ക് ടു നമ്മുടെ കുക്കിംഗ്. അപ്പൊ അതാണ് മൈസൂർ മസാല ദോശയുടെ പ്രത്യേകത. ആദ്യം നമുക്ക് മസാലയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഉരുളക്കിഴങ്ങ് കഴുകി പുഴുങ്ങ ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ദോശയ്ക്ക് വേണ്ട മേളിൽ തേക്കുന്ന മുളകിന്റെ ഒരു ചട്നി അവൻ പറയും, അതങ്ങ് ചെയ്തോണ്ടാ മതി. ഹൈജീൻ ഇമ്പോർട്ടന്റ് ആണല്ലോ. വിഘ്നേഷിന്റെ ഒരു ടിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ഇത് പുഴുങ്ങാൻ വേണ്ടി, പൊട്ടറ്റോ പുഴുങ്ങാൻ വേണ്ടി വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് തൊലി ഇളകി വരാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറിയൊരു വരഞ്ഞു വിടുക. അപ്പൊ ഇത് പുഴി വരുമ്പോൾ തോല് വെന്തിരിക്കും. അപ്പൊ ഇങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ കറക്കിയാൽ മതി. അത് ഇത് കഴിഞ്ഞിട്ട് വിഘ്നേഷ് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഇങ്ങനെ കറക്കുമ്പോൾ ഈ തോലെല്ലാം മാറി ഈ മാവെല്ലാം സെപ്പറേറ്റ് വരും. മാവാണല്ലോ. അപ്പൊ ഗൈസ്, നമ്മൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഇതിന്റെ അകത്ത്, ഉരുളക്കിഴങ്ങ് ചെറിയൊരു ടേസ്റ്റ് പിടിക്കാനായിട്ട്. കൂട്ടായിട്ട് ഒറ്റയ്ക്ക് പോകുന്നത് മോശം. ഓക്കെ, നമുക്ക് മീൻവെയിൽ ബാക്കി പരിപാടി നോക്കിയാലോ? മീനവിയലോ? മീൻവെയിൽ. അടുത്ത് നമുക്ക് ചമ്മന്തിയുടെ കാര്യം നോക്കാം. ചമ്മന്തി റെഡി. ഓക്കെ, ചമ്മന്തിക്ക് വേണ്ടി വിഘ്നേഷിന് ഒരു ശങ്കകളുണ്ട്. എന്ത് ചെയ്യും? അതെ, ഇവന്മാരെല്ലാം എന്റെ തല ഇട്ടിട്ട് പോകുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നു. കുറെ നാളായില്ലേ? നീ പറഞ്ഞ ഓരോ സാധനങ്ങൾ നമ്മൾ ചെയ്തു. ഒരു ടീം പോയി തേങ്ങ ചിരകൂ. പറയും പോലെ. ഇവിടെ വേറൊരു കാര്യമുണ്ട്. നമുക്ക് ആ ദോശയുടെ മുകളിൽ തേക്കുന്ന മുളകിന്റെ ഒരു ഇതുണ്ടല്ലോ, പേസ്റ്റ്. അതിനു വേണ്ടി മുളക് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. കുതിര. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? യെസ്.
വറ്റൽമുളക് യോസ് വറ്റൽമുളക്. വേർ ഇസ് ദ വറ്റൽമുളക്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുക്കിംഗ് ശാസ്ത്രത്തിന് എതിരാണല്ലോ അത്. ശരിക്കും ചൂടുള്ള തെറ്റാലും മതി. അല്ല ഇത് ആക്ച്വലി മറ്റേ ചട്നി പോലെ ആക്കണമല്ലോ. അപ്പോൾ വെള്ളം വന്നാലും കുഴപ്പമില്ല. ദാസനെ കാണുമ്പോൾ എനിക്ക് പൂഞ്ഞിക്കറി ഓർമ്മ വരുന്നു. കുറച്ചും കൂടെ പിറകിലോട്ട് കയറി ഇരുന്നാണെങ്കിൽ. പക്ഷേ വീലി അടിക്കല്ലേ, ഫ്രണ്ട് വീല് പൊങ്ങല്ലേ, അല്ല ഫ്രണ്ട് പൊങ്ങല്ലേ അത്. എടാ കുറച്ചും കൂടെ എളുപ്പ വഴിയുണ്ട്. കുറച്ച് പൊക്കത്തിലോടെങ്കിലും വയ്ക്കുകയാണെങ്കിലേ കുറച്ചുകൂടി ഇരുന്ന് ചെയ്യാൻ എളുപ്പമായിരിക്കും. പൊക്കത്തിൽ വെച്ചാൽ താഴെ പോവാം. പക്ഷേ ഇരുന്ന് ചെയ്യാനേ കാണിച്ചു തരാം. ഞാൻ വെച്ചിട്ട് ഇവിടെ നടുക്കൂടെ പൊളിഞ്ഞ് കുരങ്ങന്റെ അവസ്ഥയാവും കേട്ടോ. പറഞ്ഞു മേടിക്കാതെ ചെറിയൊരു പാത്രം കൊണ്ടുവന്നേ. വിഘ്നേഷേ എന്താടാ? അല്ല വേണ്ട. അല്ല അവന് കുഴപ്പമില്ല. എന്താ ഈ കുഴപ്പമില്ലാത്ത? പോളണ്ടിൽ പോകുമ്പോ തിരിച്ചു പോകുമ്പോ ഐഡന്റിഫിക്കേഷൻ മാറല്ലേ നീ? ഇത് പൊട്ടുപോടാ ഇവിടെ കണ്ട. അല്ല അല്ല വേണ്ട, നീ ഇരുന്നു. ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒന്നുമില്ല. നിന്നെ ഞാൻ ഒരു ദുരന്തരായിട്ട് കാണുന്നുണ്ട്. എനിക്ക് സ്പൈ ചെയ്യാനുള്ള എന്തെങ്കിലും അവസരം കിട്ടായിരിക്കും. എനിക്ക് തോന്നുന്നുണ്ട്. എന്താണ് നീ അവിടെ ഫോക്കസ് ചെയ്യുന്നത്? പ്രശ്നം നോക്കിയാ പോലെ ക്യാമറ വെച്ചിട്ട് നോക്കണോ? അപ്പൊ നിനക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പൊ ഇനിയിപ്പോ ബാക്കി നീ അയക്കും. ഓക്കെ ഗൈസ്, ഇവിടെ ഉരുളക്കിഴങ്ങിന്റെ വേവ് നോക്കുകയാണ്. വേവ് അറിയാം, കുത്തി നോക്കണം. കത്തി നന്നേ. വെന്തില്ല. വെന്തില്ല. സ്വാഭാവികം. പോളണ്ടിൽ നീ അങ്ങനെ പൊട്ടറ്റോ കറി ഒന്നും ഉണ്ടാക്കാറില്ല അല്ലേ? ഇവിടുത്തെ പൊട്ടറ്റോ വേറെ ഏതെങ്കിലും നല്ല വേവുള്ള പൊട്ടറ്റോ. വേവുള്ള. അതെ. പിന്നെ ഇത് നമുക്ക് അഴുക്കുമില്ല അവിടുത്തെ പൊട്ടറ്റോയില്. ഓ എനിക്ക് തോന്നുന്നുണ്ടേടാ, നമ്മള് കുക്കിങ്ങിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടേ ആ ഫണ്ണ് കുറയുന്നുണ്ടോ എന്ന് സംശയം. കുക്കിങ്ങിൽ കിടിലമായിട്ടേ. അതെ, ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു ഫണ്ണ് കുറയുന്നുണ്ടോ എന്ന് സംശയം. ഇനിയിപ്പോ വിനുചേട്ടനൊക്കെ കളത്തി ഇറങ്ങേണ്ടി വരും. നീ ഇറങ്ങേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നണ. ഉല്ലാസേ, ഞാൻ ഇങ്ങേരെ തലയുടെ നോക്കുമ്പോ എന്റെ തല കൊണ്ടുവന്നു. ഓ ഞാൻ അത് കേട്ടില്ലായിരുന്നു. എനിക്ക് അങ്ങോട്ട് പോ. അപ്പൊ ഗൈസ് നമുക്ക് ഈ ചട്നി ഉണ്ടാക്കാനായിട്ട് വറ്റൽമുളക് കുറച്ച് ചൂട് കൊടുത്തിട്ട് വെക്കണം. അതിനുവേണ്ടി നമുക്ക് വെള്ളം ഒന്ന് ചൂടാക്കാം. ചട്നി എന്ന് പറയുമ്പോൾ നമ്മളെ മസാല ദോശയിൽ തേക്കാനുള്ള ചട്നി ഉണ്ടാക്കാം. മേൾ ഭാഗത്ത് ദോശയുടെ മുകളിൽ തേക്കണം. അതിന് നമുക്ക് ഫസ്റ്റ് ചൂടുവെള്ളം ചൂടാക്കിയിട്ട് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് ഒന്ന് കുതിർക്കണം. കുതിർത്തിട്ട് മിക്സിയിൽ വറ്റൽമുളകും കുറച്ച് കടലപ്പരിപ്പും, കടലപ്പരിപ്പ് ഇന്ന് വാങ്ങിച്ചില്ല, അതിന് വരെ കടലപ്പരിപ്പ് ക്യാൻസൽ. മല്ലിക്കുരു, മല്ലിക്കുരു, പിന്നെ വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് ഉള്ളി, ഇത്രയും ചേർത്ത് അരച്ച് പേസ്റ്റ് ആക്കി നമുക്ക് ഈ മുളക് കുതിരുന്ന സമയത്ത് നമുക്ക് മസാലയ്ക്ക് വേണ്ടി ഉള്ളി ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് വഴറ്റിയെടുക്കാം. എണ്ണ ചൂടായിട്ട് പൊട്ടിത്തെറിക്കണം. റെസിപ്പിയിൽ ഞാനില്ല, എന്നാലും ഇതൊക്കെ കടുക് പൊട്ടിത്തെറിച്ച് പുറത്ത് പോകാതിരിക്കാൻ അതിൻ്റെ മുകളിലൂടെ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കും. പൊട്ടിങ്ങനെ ഒരിടത്തും പോകാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിന് നടുക്ക് ചെറിയൊരു കുഴി കുത്തിയിട്ട് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഓക്കെ, കുറച്ച് മതി, ഇത്ര മതിയാ? രസമുണ്ടല്ലേ എന്തോ പരിപാടി. അവൻ കുഴിച്ചപ്പോഴേ അവൻ ആ നടുക്കൊരു കുഴി ഉണ്ടാക്കിയപ്പോ എനിക്ക് അതൊരു ഒരു നല്ലൊരു മൂവായിട്ട് തോന്നിയുണ്ട് അല്ലേ? നിനക്ക് തോന്നിയായിരുന്നു? രസമുണ്ട് കാണാൻ. എന്ന് വെച്ചാൽ നിങ്ങൾ ആ കോൺട്രാസ്റ്റ് കണ്ടോ? എന്ന് വെച്ചാൽ നടുക്ക് മാത്രം ഇഞ്ചി, ബാക്കിയുള്ളിടത്തല്ലേ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ. അത്തത്തിന്റെ ഫീൽ. അതെ അതെ, അത്തത്തിന്റെ ഒരു ഫീൽ. ഞാൻ ഇതൊന്ന് കുഴക്കട്ടെ എടാ, ഇല്ലെങ്കിൽ എനിക്കത് സഹിക്കുന്നില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് കിട്ടിയിട്ടുണ്ട്, നമുക്കത് നോക്കാം. അവന് ടിപ്പ് വർക്കാവുമെന്ന് നോക്കാം. പോളണ്ടിലുള്ള ടിപ്പ് ഇന്ത്യയിൽ വർക്കാവുമെന്ന് നോക്കാം. പക്ഷെ നീ പറഞ്ഞ പോലെ കറക്കിയാൽ മതി. പക്ഷെ നമ്മൾ കറക്കിയില്ലല്ലോ. അല്ല, കറക്കാനുള്ള സമയം ഇത് സാധാ പോലെ തൊലിച്ചെടുക്കണല്ലേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഞാൻ ഈ സാധനങ്ങൾ വിനുവിനെ ഏൽപ്പിക്കുകയാണ്. വിനു ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം പറയുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് ചെറുതായിട്ട് വഴണ്ടു വന്ന ഉള്ളിലോട്ട് കുറച്ച് ഉപ്പിടാം, കുറച്ച് മഞ്ഞപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ശരി. ഇവിടെ ഉരുളക്കിഴങ്ങ് തൊഴിക്കൽ നടക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ എന്നെ തൊഴിക്കുന്നത്. ഏകദേശം ഉള്ളി പരുവപ്പെട്ട് വന്നു, ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അതെ, നമുക്ക് അതിലോട്ട് കുറച്ച് കരിവേപ്പില ഇടാം. നമുക്കിനി ഉരുളക്കിഴങ്ങിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുത്തിപ്പൊട്ടിക്കണമല്ലോ. കുഴപ്പമില്ല, പൊട്ടും, നല്ലതാണ് വെന്തിട്ടുണ്ട്. ഉള്ളി മുകളിലോട്ട് വെക്കണ്ട, അവർ അടിയിൽ നിന്ന് കരിഞ്ഞു പോകും. ഇല്ല, അതിപ്പോൾ നമ്മളെടുത്ത് മലത്തിരിക്കും. നമുക്ക് ഈ വെന്ത ഇതിലോട്ട് മുളക് കയറിയത് ഇടാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ മുളക് വേണ്ടേ? മുളക് മതിയാ?
മുളകാ കുറവല്ലേ? എരിവ് കൂടി പോടാ. വിനുവിന് ഇതിലൊരു പ്രതീക്ഷ ഇല്ലാത്ത പോലെ. താല്പര്യമില്ല. പ്രതീക്ഷയല്ല, താല്പര്യമൊന്നും ഇല്ല എനിക്ക് ഇതിനോട്. നോൺ വെജ് അല്ലാത്തതുകൊണ്ടാണ് ഒരു വിഷം. അത് തന്നെ. അല്ലല്ല തന്നെ. നോൺ വെജ് അല്ലാത്തോണ്ട് ഉല്ലാസിനൊരു സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? ഉണ്ടോ? സന്തോഷമില്ല. അപ്പോൾ ഗൈസ് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ചട്നി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കാം. ഗൈസ് നമ്മളിനി മസാല ദോശയിൽ തേക്കാനുള്ള ആ പേസ്റ്റ് ഉണ്ടല്ലോ, ആ സാധനം ഉണ്ടാക്കാൻ പോകും. അതിനായിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചു. അതെ, ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച വറ്റൽമുളക് മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ കടലപ്പരിപ്പും കണ്ട് ഇന്ന് നമ്മൾ അത് വാങ്ങാൻ വിട്ടുപോയി. ഇല്ല, കടലപ്പരിപ്പ് നിർബന്ധമില്ല. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിക്കുരുവാണ്. ഇത് കുറച്ച് ധാരാളമായി. മതിയടാ, മല്ലി ചട്നിയാണ്. അല്ല, ഇങ്ങനെയാണ് എൻ്റെ രീതി. അതില്ലാത്തോണ്ടാണ് നീ പകരം ഇതിട്ട് അല്ലല്ല. പിന്നെ നമുക്ക് കുറച്ച് ജീരകം, ചെറിയ ജീരകം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് ആക്ച്വലി മറ്റേ ജിഞ്ചർ ഗാർലിക്കും തന്നെയാണ് ഇടേണ്ടത്, പക്ഷെ നമ്മുടെ കയ്യിൽ ലഭ്യത കുറവ് പോലെ. ഗ്യാസ് ലഭ്യത കുറവ് പോലെ ഇഞ്ചിയും ലഭ്യത കുറവുണ്ട്. വെളുത്തുള്ളി മതിയടാ. ഇത് കുറച്ച് കൂടിയില്ലേ? കളയാൻ പറ്റും. കുഴപ്പമില്ല, അത് വരും. ഓക്കെയാണ്. ഇനി ഇത് കൊണ്ടുപോയി അരച്ചിട്ട് വരട്ടെ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരയ്ക്കണം. തിക്ക് പേസ്റ്റ് ആയിരിക്കണം. എങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ പോയി അരച്ചിട്ട് ഇഞ്ചി ഗാർലിക് പേസ്റ്റിന്റെ കൺസിസ്റ്റൻസിയിൽ അരച്ചുണ്ടോ? വെള്ളം കൂടെ ശ്രദ്ധിക്കാം. നമുക്ക് അരയ്ക്കണമെങ്കിൽ കാണിക്കാം. നമ്മൾ ചട്നി അടയ്ക്കാനെന്നുള്ള വ്യാജേനയിൽ താഴെ ഇറങ്ങി വന്നിട്ടുണ്ട്. വിഘ്നേഷിന് സർപ്രൈസ് കൊടുക്കാൻ. അതെ. വിഘ്നേഷിന്റെ വൈഫ് ലേയും മോനും അകത്തുണ്ട്, സ്റ്റുഡിയോയിലുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്, കേക്കൊക്കെ വെച്ച് കോട്ട് ചെയ്ത് അവനെ ഞെട്ടിക്കും. വിനു അരച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത്, ഇപ്പോഴത്തെ ഫാഷൻ ഇതാണ്, താഴെയാണ് വെക്കാനുള്ളത് ഫാഷൻ. ലേയും മോനും വന്നിട്ടുണ്ട്. ഒരു ഹായ് പറഞ്ഞാണ്. ഹായ്. അപ്പോഴ് വിഘ്നേഷിനെ ഒന്ന് വിനു വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഹലോ. ശരി. ഇത് തുറക്കുമ്പോൾ ലൈറ്റ് ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ സർപ്രൈസ് ഒന്ന് വിളിച്ചാൽ മതി. സർപ്രൈസ്. ബർത്ത്ഡേ. സർപ്രൈസ്. അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത്. അതെ, കുറച്ച് പാളിപ്പോയെങ്കിലും കുഴപ്പമില്ല. ഇത് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ നിന്റെ ഇന്ന് പിറന്നാളല്ലേ? സൂപ്പർ സ്റ്റാർ തലയിലേക്ക് എന്താ ഷോക്കായ? പതിലൊന്നുമില്ല, ഇത് പേടിച്ചിട്ടാ. കറങ്ങി വീഴൂ. നിങ്ങൾക്ക് സർപ്രൈസ് വേണമെന്ന് പറഞ്ഞത്. സർപ്രൈസ് വേണമെന്ന് പറഞ്ഞല്ലേ? ആയിരിക്കും. എന്താ ഒരു കയ്യിൽ മുളക്. അത് കുഴപ്പമില്ല, നീ കഴിക്കണം, നമ്മൾ കഴിക്കാം. ഷോക്കായ? കയ്യിലുണ്ട്. Happy birthday to you. Happy birthday to you. Happy birthday to Vignesh. Happy birthday to you.
നീ ഇങ്ങോട്ട് മാറി ബാക്കി നീ കഴിക്കണം. അല്ല നിങ്ങള് ഇന്ന് നമ്മള് ബാക്കി നീ വെച്ചിരുന്നതാ, നമ്മള് കഴിച്ചു. അങ്ങനെ ഉണ്ടല്ല. നീ കഴിക്കണം കൂട്ടാ. അപ്പൊ ഇത് പ്രതീക്ഷിച്ചായിരുന്നു നിങ്ങള്? നിനക്ക് കണ്ടിട്ട് പ്രതീക്ഷയായിട്ട് തോന്നിയാ? പ്രതീക്ഷിച്ചില്ല. എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുകയാണ് ഞാൻ. എനിക്കോ ഇത് വീണ്ടും സർപ്രൈസ്. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു മാസത്തിൽ 2 എല്ലാവർക്കും നമ്മൾ സർപ്രൈസ്. വെൽ പ്ലാൻഡ്. എല്ലാരും കൂടെ പ്ലാൻ എല്ലാവരും ഉണ്ടായിരുന്നോ? എന്ത് നല്ല സർപ്രൈസ് ആയില്ലേ? അതാണ് നമ്മളെ മാസ്റ്റർ മൈൻഡ്. പെട്ടെന്ന് തോന്നിയ ഐഡിയ. അപ്പൊ ഗൈസ് അവര് ഫാമിലി ആയിട്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് റൊമാൻറ്റിക് ടൈംസിൽ നമ്മൾ കേക്ക് മുറിച്ചപ്പോഴേ വായി തുറന്നിരിക്കുന്നു. അവരെ മോൻ പോലും വാ തുറന്നില്ല. നിങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത്? അതാണ് ഞാൻ റെക്കോർഡ് ചെയ്തോണ്ട് കിട്ടി. അല്ലടാ അവൻ ഇവിടുന്ന് ഇങ്ങനെ ഇത് ചെയ്തോണ്ടിരുന്നു. പെട്ടെന്നാണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കണം ദാസ എവിടെ. ഞാൻ പറയടാ ഞാൻ എന്നാ ചെയ്യാ, നീ പോയി ദാസനെ വിളിച്ചിട്ട് വന്നു. നീ അങ്ങനെ പറഞ്ഞു വിട്ടേണോ? പ്ലാൻ ആയിരുന്നു. ഞാൻ പക്ഷെ അത് കറക്റ്റ് ആയില്ലേ? ഞാൻ വെളിയിൽ വന്നിട്ട് അവന്റെ അടുത്ത് പറഞ്ഞിട്ട് വരെയുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ കയറാൻ പോയപ്പോ അവിടെ സർപ്രൈസ് ആയിക്കണം. പിന്നെ എങ്ങനെയൊക്കെ ഒപ്പിച്ചല്ലേടാ. ഇവനെന്തായാലും വിനുവിന് അന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വിളിക്കാറ് നന്നായി. ഗൈസ് എല്ലാം കഴിഞ്ഞപ്പോ അഖിലേഷ് ഏട്ടൻ വന്നിരിക്കുന്നു. ഇവിടെ പല സംഭവങ്ങളും നടന്നു. അറിഞ്ഞ വിഘ്നേഷിന്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, നമുക്ക് ഇത് തിന്നോണ്ടിരുന്നാ പോര്, ബാക്കി പണി. മൈസൂർ മസാല ദോശ. ഓക്കെ ഗൈസ്, ഇനി ബാക്കി മുകളിൽ ചെന്നിട്ട് കാണാം. ഗൈസ് അപ്പോൾ താഴെ കുടുംബ സമ്മേളനം നടക്കുമ്പോൾ നമ്മളിവിടെ തേങ്ങാ ചമ്മന്തി അപ്പോൾ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങാ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് അഖിലേഷ് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. എങ്ങനെയുണ്ടോ? നമുക്ക് ആദ്യം തേങ്ങ എല്ലാം കൂടെ ഒരുമിച്ചിടാം. ഇത് നമ്മള് തേങ്ങാ ചമ്മന്തിക്കും പുതിന ചമ്മന്തിക്കും വേണ്ടിയിട്ടാണ്. രണ്ടും ഒരുമിച്ച് അങ്ങ് ചെയ്യാം. ചമ്മന്തി ആയിട്ടാണ് ഇതൊരു തേങ്ങാ ചമ്മന്തി പരീക്ഷണ അടിസ്ഥാനമാണോ? അതെ. അതെങ്ങനെയാണ് ഇത് രണ്ടുകൂടെ ഒത്തു ചെയ്യുന്നത്? ആദ്യം നമുക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം. എന്നിട്ട് തേങ്ങാ ചമ്മന്തിക്കുള്ള ചമ്മന്തി മാറ്റി വെച്ചിട്ട് ബാക്കി ചമ്മന്തിയിൽ നമുക്ക് പുതിന ഇടാം. ഐഡിയ, വാട്ട് ആൻ ഐഡിയ സർജി. ഗൈസ് നമ്മൾ കുറച്ച് ഉപ്പിടയാണ്. എക്സ്പേർട്ട് ആയല്ലേ. ഇനി ഇഞ്ചി അരിഞ്ഞു വെച്ച ഇഞ്ചി ഉണ്ട് ഗൈസ്. അന്ന് ഇഞ്ചിയുടെ പേരിൽ ഇത് അടിയായ അന്ന് ഇഞ്ചിയുടെ സമ്മതിച്ചില്ല. ശരിയാ, ഫ്ലോപ്പായി പോയ സീക്ക് അവിടെ നിന്ന് ചിരിക്കും. ഇനി ചെറിയ ഉള്ളി ഇല്ല, സവാള മാത്രം. അത് മുട്ടയ്ക്കുള്ളായിരുന്നു, നളന്റെ മുട്ടയ്ക്ക്. കുഴപ്പമില്ല. പിന്നെ ഇത്രേ ഉള്ളൂ. പുതിനയും കൂടെ കൊണ്ടുപോയി. അപ്പൊ 2 ചമ്മന്തി ആയിട്ട് ഇനി അഖിലേഷ് ഏട്ടൻ തിരിച്ചു വരുന്നതായിരിക്കും. ഇങ്ങനെ തന്നെ കൊണ്ടുപോകും. ഇത് മല്ലിയല്ലേടാ? മല്ലിയല്ലേടാ? അല്ല, മല്ലി ചട്നി അല്ലേ? അങ്ങനെ ഒരു ചട്നി മെഴുകയാണ്. എന്റെ നാച്ചുറൽ ആക്ടിങ് ശരിയായില്ല. പുതിന ഇവിടെ എടുത്തു വെച്ചിരുന്നല്ല. ഗൈസ് ഒരു അപ്ഡേറ്റ് ഉണ്ട്. പുതിന ഇല്ലാണ്ടാണ് നമ്മൾ പുതിന ചട്നി ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, പുതിന ഇല്ല ഗൈസ്. ഇവന്മാര് പുതിനയൊന്നും മാറ്റി. അപ്പൊ ഇനി തക്കാളി ചട്നി ഉണ്ടാക്കാം. ഈ തക്കാളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന 4 തക്കാളി. 4 തക്കാളി മുറിച്ച് തരണോ? അത് ഇതില് തക്കാളി ഇട്ട തക്കാളി ചട്നി ആവോ? എന്നിട്ട് പക്ഷെ അതൊന്ന് കടുവെടുത്ത് ഇറക്കണം. അപ്പോൾ ഗൈസ് അവര് അഖിലേഷും അരുണും കൂടെ ചമ്മന്തി, പലതരത്തിലുള്ള ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി പോയി. അതിനിടയ്ക്ക് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പി, ഇതിൻ്റെ ഇടയിൽ ഒരു സ്പെഷ്യൽ റെസിപ്പി, ഓംപ്ലേറ്റ്, ഒരു വെറൈറ്റി ടൈപ്പുള്ള ഓംപ്ലേറ്റ്. അതിനു വേണ്ടി കുറച്ച് തേങ്ങാ പീര, പിന്നെ കുറച്ച് വെളുത്തുള്ളിയാണ്, ചെറിയ ഉള്ളിയാണ് വേണ്ടത്, പക്ഷെ സവാള, പിന്നെ പച്ചമുളക്, പിന്നെ മുട്ട, പിന്നെ പാല് എനിക്ക് അറിഞ്ഞൂടെ, അതാണ് സ്പെഷ്യൽ. അതെ, ഇത് ഷെഫ് നളൻ പറഞ്ഞ സ്പെഷ്യലാണ്, ഫേവറേറ്റ് ആണ്, നല്ല സൂപ്പർ ആണെന്നാണ് പറഞ്ഞത്. ഇതുവരെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, നോക്കാം അത് ടേസ്റ്റ് ഉണ്ടോ അതോ ഉടായ്പാണോ എന്ന് നോക്കാം. ചട്നിയുമായി അഖിലേഷ് എത്തിയിരിക്കുന്നു. നമ്മളെ മുട്ടയിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ഇടാം. ഇത്രയും മതിയാടാ? ഇതിന് കുറച്ചുകൂടെ ഇടാം അല്ലേ? 4 എണ്ണ ഇല്ലേ? 4 എണ്ണ ഇല്ലേ? കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്തോട്ടെ. വേറെ 2 എണ്ണം കൂടെ വേണമെങ്കിൽ മുട്ട ഉണ്ടാക്കാം.
ഇങ്ങനെ തന്നെയല്ലേ പുള്ളി പറയുന്നത്. അതെ അതെ, കുറച്ചും കൂടെ ഒരു ഉള്ളി ഇടാം. ഇഞ്ചി ഇടണ്ട കേട്ടോ, മുളക് ഇട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്ടോ ഉപ്പ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്താൽ ഇങ്ങനെ പാലൊഴിച്ചാ നിങ്ങൾ പാല് വേണമെന്ന് പറഞ്ഞിട്ട് പാലൊഴി, എന്നിട്ട് വേണം എണ്ണ ഒഴിക്കാൻ. വേണ്ടിയാണ് അവൻ പാല് വാങ്ങിച്ചത്. എണ്ണ ഒഴിക്കണ്ടേ? എണ്ണ ഒഴിച്ചോ? ഇതിനു വേണ്ടിയാണ് പാലോചിച്ചത്. പിന്നെ ചായ ഇടായിരുന്നല്ലോ. 4 എണ്ണം ഇല്ലേ? ഇതൊരു റിച്ച് മുട്ടയായിരിക്കും തോന്നുന്നു. പക്ഷേ ഇത് വലിയ അത്ര മുട്ട അല്ല, അത്ര എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. അല്ല, പാലാണ് ഞാൻ ഒഴിയുന്നത്. പാലാണ്. എത്ര? കുറച്ച് മതിയാ? കുറച്ചൊക്കെ ഒഴിച്ചാൽ മതി. ഒരു മുട്ടയ്ക്ക് എത്രയാണ് കണക്ക്? നീ ഐസ്ക്രീം ആക്കാണോ? വിനിച്ചേട്ടനാണ് ഫസ്റ്റ് കൊടുക്കുക. എനിക്ക് ബുൾസൈ. ഇതൊക്കെ ഷെഫ് നളനാണ് പറഞ്ഞത്. നീ അടിച്ചോ, ധൈര്യമായിട്ട് അടിച്ചോ. അതിന് ചൂടാ, എണ്ണ നല്ല ചൂടാക്ക്, തേങ്ങയും കൂടെ കുറച്ച് ഇട്ടോ. ഗൈസ്, ഇനി നമ്മൾ മുട്ട ഒഴിക്കാൻ പോവാണ്. ഒഴിക്കാം. അത് ഫുള്ളാവും. ഫുള്ളൊഴിച്ചോ? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ അത് ഇങ്ങനെ തന്നെടാ, പുള്ളിയുടെ ഇങ്ങനെ തന്നെ ഇരുന്നു. ഞാൻ കണ്ടു വീഡിയോ, ഇതുപോലെ തന്നെ ഭയങ്കര റിച്ചായിരുന്നു. കഴിക്കാനും റിച്ചാന്നാ പുള്ളി പറഞ്ഞത്. ഏകദേശം മറിച്ചിടും. ഓ, ഇത് നീങ്ങുന്നില്ലടാ. നീങ്ങുന്നുണ്ട്. അഖിലേഷ് നീക്കൂ. എല്ലാരും മാറി. ഇത് തോരനാക്കാനാണ്. എടാ, ഇത് വർക്കൗട്ട് ആവൂല അഖിലേഷ്. ജാപ്പനീസ് ഒരു ഓമു റൈസ്. എടാ, ഇത് നൂഡിൽസ് ആണോ മറ്റേ ഇതാണോ? ഈ ഷെഫ് നളൻ ഇതെന്താ ഇങ്ങനെ? പുള്ളി പറഞ്ഞ അതുപോലത്തെ പാനാണ്. അത് കരിഞ്ഞടാ താഴെ. ഞാൻ പറയട്ടെ, ഇത് പോയി കയ്യിൽ നിന്ന് പോയി, മറിച്ചിട്ടോ. എന്റെ വറ്റൽ മുളക് പോലും ഉണങ്ങിയില്ല. ഹാഫ് പോരെ, ഹാഫ് കുക്കഡ് പോരെ. പുള്ളി പറഞ്ഞ വാസന കിട്ടുന്നില്ല അല്ലേ? ചെറിയ വാസന ഉണ്ടെന്ന് തോന്നുന്നു. കരിഞ്ഞ വാസന ഇപ്പൊ വരുന്നു, കരിഞ്ഞൊരു വാസന. മാറ്റിട്ടോ, ഇനി ബാക്കിട്ടോ. ഇത് ബാക്കി കിട്ടോ. ഇനിയിപ്പോ എല്ലാവർക്കും കൂടെ അവൻ കഴിഞ്ഞല്ലോ. അവന്റെ പീസ് ആയിട്ടല്ലോ, നിന്റെ പീസ് മറിച്ചിട്ട് നീ ഇങ്ങനെ വെച്ചിട്ട് നിന്റെ പീസ് നീ ദാസന്റെ പീസ് മറിക്കണം. ഓ, കൊളായി. അതാണ് പോയത്, എന്റെ പീസ് പോയി. പകുതി തന്നെ പറിച്ചു. മുട്ട സെറ്റായി. ഗൈസ്, ഇതെന്ന് പറഞ്ഞാൽ ഈ പാല് കൂടിപ്പോയി. അതാണ് ഈ ലിക്വിഡ്. പാത്രം സെലക്ട് ചെയ്തതാണ് ഏറ്റവും വലിയ. അതും ദാസനല്ലേ? അത് ഉല്ലാസ് പറഞ്ഞു. മിസ്റ്റേക്ക് വണ്ണ്. ഇത് കിണ്ടി മുട്ടത്തോരനാക്ക്. അല്ലടാ, ഇത് മതി. അടി വേണ്ടേ ഗൈസ്? അപ്പൊ നമ്മുടെ നളന്റെ മുട്ട. അതന്നെ, ഷെഫ് നളന്റെ വാസനയുള്ള മുട്ട. നളന്റെ വാസനയുള്ള മുട്ട. ഓ, ഇത് നല്ല ഹെവിയാണ് കേട്ടോ. വാസന ഉണ്ട് ഇച്ചിരി. ഗൈസ്, നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അഖിലേഷ് ആദ്യമേ എടുത്തു. ചൂട്. അപ്പൊ അവരെടുത്തോട്ടെ. ദാസനായിരിക്കും ആദ്യം വായിലിടാൻ. ഓ, ബ്രെഡും കൂടെ കിട്ടുന്ന പൊളിച്ച ഇത്രയാണോ? കൊള്ളാടാ. വലിയ സംശയിക്കാനില്ല, സ്വാഭാവികം. പക്ഷെ ഇത് കൊള്ളാം കേട്ടാ. കൊള്ളാം, അപ്പൊഴിച്ച് ബാക്കിയെല്ലാം കൊള്ളാം. നല്ല ഫാറ്റിയാ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ തേങ്ങ ഇച്ചിരി കരിക്ക് പോലത്തെ തേങ്ങ, അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഗൈസ്, ഫാമിലി റീയൂണിയന് ശേഷം വിഘ്നേഷ് വന്നിട്ടുണ്ട്. മുട്ട ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. അതെ, ഷെഫ് നളന്റെ മുട്ടയാണ്. അവരെ കൊണ്ടാക്കിയാ സൂപ്പർ. സൂപ്പറാ. വേറൊരു ടേസ്റ്റ് ഉണ്ടോ? മുളക് രേശം കൂടി പോയെന്ന് സംശയം. ഉപ്പ് കറക്റ്റ് ആണ് ആടാ. ഉപ്പ് കറക്റ്റാ. എരി കറക്റ്റല്ല, എരി കൂടുതല. മുളക് അങ്ങനെ കടിച്ചു കാണും. അപ്പൊ നമുക്ക് ദോശ ഉണ്ടാക്കണോട്ട് കിടക്കാം. ആദ്യം നമുക്ക് കല്ലിന്റെ ചൂട് കുറയ്ക്കാം. അതെ. ഓ, ഇതിനാണ് അവൻ കരിച്ചത്. അങ്ങനെയൊന്നും കുറയുന്ന ചൂടല്ലടാ അതില്, നീ പഴുപ്പിച്ചു വെച്ചേക്കാണ്. എന്നിട്ട് കുറയ്ക്കണം. അതിലോട്ട് ഒരു കിണ്ണം മാവിങ്ങനെ എടുത്ത്. ഒഴിക്കണ്ടേ? ഒന്നും വേണ്ട, ഡയറക്റ്റ് ഒഴിച്ചാൽ മതിയാ. നോൺ സ്റ്റിക്ക് അല്ലേടാ? നോൺ സ്റ്റിക്ക് അല്ലേ? സ്റ്റിക്ക് ആവില്ലെന്ന് തോന്നുന്നു. അത്ര ചൂടില്ലെന്ന് തോന്നുന്നു കേട്ടോ. തണുപ്പിച്ച കൂടി പോയെന്ന് തോന്നുന്നു. പക്ഷെ ഇത്തിരി കൂടി പോയില്ലേ മാവിന്റെ ഒരു. നീ കറക്കണ്ടാടാ. വിഘ്നേഷിന് എക്സ്പീരിയൻസ് ഉണ്ടാ. കൊള്ളാടാ വിഘ്നേഷിന്. നൈസ് നൈസ്. ചിന്നം വെച്ചോണം കറക്കിക്കണ്ട. സോ ബിഗ് ദോശ. ഒരു കേസ് കേട്ടു. പക്ഷേ ഇത് നെയ്യൊന്നും അടിയിൽ വേണ്ട, ഒന്നും വേണ്ടല്ലോ. ഇല്ല ഇത് നോൺ സ്റ്റിക്ക് അല്ലേടാ. മുളക് ഒരുപാട് തേക്കണ്ടേ, നല്ല എരിവാ, ഓടിത്തള്ളും. ഓക്കെ കൊള്ളാം. ഇതുപോലെ തന്നെ അവിടെ തേക്കണം. കണ്ടിട്ടുണ്ട്, ബാംഗ്ലൂർ ഇങ്ങനെ തന്നെയാണ്. ഉരുക്കോളും. അങ്ങനെ ഒരു അല്ലടാ, മൈസൂർ മസാല ഒക്കെ നെയ്യ് ഇത്തിരി കൂടുതല. നെയ്യാണ് അതിന് ഫ്ലേവർ കൊടുക്കുന്നത്. ഫുൾ സപ്പോർട്ട്. നൈസ്. ഇപ്പഴെങ്ങാനും മറിക്കൂലേ?
സെറ്റായെന്ന് തോന്നുന്നു. നല്ല സാധനങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോഴേ സംഭവിക്കും. ഇവിടെ പാത്രം എടുത്തേ. ഇതിൽ കുറച്ച് ഫ്രണ്ടിൽ ഒരു നെയ്യും കൂടെ കുറച്ച്. ഓക്കെ, അങ്ങനെയും വേണോ നിനക്ക്? അല്ല സാധാരണ വെക്കാറ്. ഇത് സൂപ്പർ അല്ലേ? ആ നോക്ക്, കാണുമ്പോ തന്നെ ഒരു കഴിക്കാനല്ല കാണിക്കാനാ. അപ്പൊ ഗൈസ് നമ്മള് ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ചട്നി കുറച്ച് മതി. ഞാൻ തന്നെ മൈസൂർ മസാല ദോശ ടേസ്റ്റ് ചെയ്ത് നോക്കാം. വിഘ്നേഷിന് ഓക്കെ ഓക്കെ, ഞാൻ തന്നെ ചുരുട്ടി കൊടുക്കാം. അടിപൊളിയാണ്. ഒന്ന് ഞാൻ വെച്ചുതരാം. സമ്മതിക്കൂല. സോറി, ഞാനും അങ്ങനെയാണ് കേട്ടത്. എടുത്തോടാ. എടാ ഇതിൽ ഉപ്പ് ഇത്തിരി കൂടെ വേണ്ടേ? കഴിച്ചില്ലല്ലേ? അടിപൊളിയായിട്ടുണ്ട്. മൈസൂർ മസാല ദോശ പൊളിച്ച്. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മസാല ദോശ ഉണ്ടാക്കിയപ്പോൾ മാവിൽ വന്ന കുറച്ച് പെശക് മൂലമാണ് അത് ഇത്തിരി പാടുപെട്ടത്. ഇതിൽ മാവ് ഓക്കെയാണ്. അതാണ് വിഘ്നേഷിന് ഇത്തിരി എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് അല്ലേ? ബാംഗ്ലൂർ കുറച്ചുകൂടെ ജീവിക്കുമ്പോൾ എല്ലാവർക്കും ഈ സ്കില്ലുകൾ കിട്ടും. അരുണിപ്പോ പോയിട്ടല്ലേ ഉള്ളൂ, കുറച്ച് വർഷം എടുക്കും. പിന്നെ അവൻ കൂടുതൽ പെർഫോം ആണല്ലോ. അപ്പോൾ ഗൈസ് മൈസൂർ മസാല ദോശ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഷെഫ് നളന്റെ ഓംലേറ്റും സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സർപ്രൈസ്? ബർത്ത്ഡേ സർപ്രൈസ് എങ്ങനെ? ഈ സർപ്രൈസ് ആയല്ലോ, പിന്നെ പ്രതീക്ഷയില്ലല്ലോ. ഒട്ടും പ്രതീക്ഷയില്ല. ഈ ഒരു ടെട്ടറിക്കകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒട്ടും പ്രതീക്ഷയില്ല. ലേയർ ഐഡിയ ആണ് കേട്ടാ. അതെ, അവ നമ്മളാണെന്ന് വിചാരിച്ചു. വിഘ്നേഷ് എന്നെ നോക്കിട്ട് സർപ്രൈസ് മോനെ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണം പിന്നെ ഹൈപ്പും കൂടെ ചെയ്യുക. അതും കൂടെ ചെയ്യുക. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ബൈ ബൈ ബൈ. ഹായ് ഗൈസ്. തുടങ്ങിയ റോളിംഗ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. മൈസൂർ മസാല ദോശയുടെ പ്രത്യേകതകൾ ഇപ്പോൾ വിഘ്നേഷ് പറയുന്നതായിരിക്കും. മൈസൂർ മസാല ദോശ എന്ന് പറയുമ്പോൾ മസാല ദോശയാണ് ഒരു കട്ടി അപ്പുറത്തോട്ട്. ഇതാണ് കത്തി അങ്ങനെ ഇതാക്കല്ലേടാ, ചിലപ്പോൾ കത്തി ഒടിയും. മറ്റേ കത്തിയുടെ ഇതാണ് ഞാൻ കരിക്കിൽ ഓട്ട ഇട്ടതാ, അറ്റ ഒടിഞ്ഞ് എവിടെ പറന്നുപോയി. ആ ഇങ്ങോട്ടൊക്കെ പീസുകൾ തെറിച്ച് പറഞ്ഞു. നിങ്ങൾ അതിന്റെ പുറകെ. ഓക്കെ, ചില റീലിലൊക്കെ ഇന്റർനെറ്റൊക്കെ പോകുമെന്ന് പറയുന്നു. യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവർ പൊട്ടിപ്പോകുമെന്നൊക്കെ പറയുന്നു. ഒരു കരക്കമ്പി. അത് വേൾഡ് വാർ 3 വരുമ്പോഴാണ് പോകണം. 3 വന്നാൽ പോവും. ചെറുത് എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കും. അങ്ങനെയില്ല, എല്ലാ രാജ്യവും പങ്കെടുക്കണം.